നമസ്കാരം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്കുള്ള പഠന സഹായി മൈ റേഡിയോ 90 FM ഒരുക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നവീൻ ഭാസ്കർ. ജോലി ചെയ്യുന്ന സ്കൂള് എസ്.എൻ. ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാട്ടിക. എൻ്റെ കൂടെ എൻ്റെ സ്റ്റുഡൻ്റ് ഉണ്ട് അനാമിക ഉല്ലാസ്. നമസ്കാരം സർ. ഇപ്പോൾ നമ്മൾ +2 CS ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ +1 അതേ മോഡലാണോ +2 നമുക്ക് എക്സാം എഴുതാനായിട്ട് വരാം? തീർച്ചയായിട്ടും. നമ്മൾ കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ച് പറയുമ്പോൾ, സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ച് പറയുമ്പോൾ, ഫസ്റ്റ് ഇയറിലുള്ള അതേ സ്കീമും അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് സെക്കൻഡ് ഇയറിലും പ്രതീക്ഷിക്കുന്നത്. അതായത് 60 മാർക്കിനാണ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ ആദ്യത്തെ 6 ചോദ്യങ്ങൾ വൺ വേർഡ് ആയിരിക്കും. പിന്നീട് വരുന്നത് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഈ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 12 എണ്ണം ഉണ്ടാവും. അതിലേതെങ്കിലും 9 എണ്ണം മാത്രം ആൻസർ ചെയ്താൽ മതി. പിന്നീട് വരുന്ന പാർട്ട് സിയിൽ വരുമ്പോൾ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അതിൽ 11 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അവിടെയും 9 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതിയാൽ മതി. പിന്നീട് പാർട്ട് ഡി വരുമ്പോൾ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്, എസ് ആണ്. അത് 3 ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാവും. അതിലേതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. അങ്ങനെ 60 മാർക്കിനാണ് പരീക്ഷയെങ്കിലും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മൊത്തം 78 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ ലഭ്യമാണ്. അതിൽ നിന്ന് നമുക്ക് 60 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതിയാൽ മതി. സാർ, ഇപ്പോൾ നമ്മൾ ഏതൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴും അതിൽ ഓരോ കൺസെപ്റ്റും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ടല്ലോ. അത് നമ്മൾ എന്തിനു പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു, അത് നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞതിനോടൊക്കെ വളരെയേറെ യോജിച്ച് നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലോ കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിലെ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ സാറ് ഏത് ചാപ്റ്റർ ആയിരിക്കും പറയുക? കമ്പ്യൂട്ടർ സയൻസിലെ ചാപ്റ്ററുകളെല്ലാം പ്രാധാന്യമുള്ള ചാപ്റ്ററുകൾ തന്നെയാണ്. പക്ഷേ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 4ഉം ചാപ്റ്റർ 5ഉം ആണ്. 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വെബ് ടെക്നോളജി, 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വെബ് ഡിസൈനിങ്, ഈ 2 ചാപ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. അത് താരതമ്യേന പഠിക്കാൻ വളരെ ഈസിയാണ് ആണല്ലോ. അതെ. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് ആണല്ലോ. ഈസി ചാപ്റ്റർ ആണെങ്കിലും അതിൽ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയായിരിക്കും? ഫസ്റ്റ് ചാപ്റ്റർ പറയുമ്പോൾ C++ൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ C++ പഠിച്ചല്ലോ. സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോഴേക്കും പുതിയൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അവർ. അതാണ് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ആ ചാപ്റ്ററിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്, സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്നാണ്. 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 6 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുമ്പോൾ 3 മാർക്ക് സ്ട്രക്ചർ എന്നുള്ള ഭാഗത്ത് നിന്നും ബാക്കി 3 മാർക്ക് പോയിന്റേഴ്സ് എന്നുള്ള ഭാഗത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്താണ് സ്ട്രക്ചർ, സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ, എങ്ങനെ ഒരു സ്ട്രക്ചർ എഴുതാനായിട്ട് സാധിക്കും, സ്ട്രക്ചർ എലമെൻറ്റ് എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും, എങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അത് സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ കൂടിയാണ്. സ്ട്രക്ചർ എലമെൻറ്റ് എങ്ങനെയാണ് ആക്സസ് ചെയ്യുക എന്നുള്ളത് യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ എന്ന് നമ്മൾ പറയും. പിന്നെ സ്ട്രക്ചർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നത് അതും ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. യൂസിങ് സ്ട്രക്റ്റ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ടാണ് അവിടെ അത് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ വരുന്ന 2ാമത്തെ ഭാഗമാണ് പോയിൻ്റർ എന്ന് പറയുന്ന ഭാഗം. പോയിൻ്റർ എന്ന് പറയുന്ന ഭാഗത്ത് വരുമ്പോഴേക്കും 2 ഓപ്പറേറ്ററുകളെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ. ഏതാണെന്ന് ഓർമ്മയുണ്ടോ? അതെ, വെരി ഗുഡ്. വാല്യൂ അറ്റ് ഓപ്പറേറ്ററും അഡ്രസ് ഓഫ് ഓപ്പറേറ്ററും ആണ് അതിൽ വരുന്നത്. പിന്നെ മെമ്മറി അലോക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഓർമ്മയുണ്ടോ? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഡൈനാമിക് മെമ്മറി അലോക്കേഷനെ കുറിച്ചും പറയുന്നുണ്ട്. അതിൽ ഡൈനാമിക് മെമ്മറി അലോക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന 2 ഓപ്പറേറ്ററുകൾ ന്യൂവും ഡിലീറ്റും ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ന്യൂവും ഡിലീറ്റും എന്നുള്ള ഓപ്പറേറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ വരുന്നത് മെമ്മറി ലീക്കിനെ കുറിച്ചിട്ടാണ്. എങ്ങനെ മെമ്മറി ലീക്ക് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും, എന്താണ് മെമ്മറി ലീക്ക്. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കാരണം എല്ലാ ചോദ്യ പേപ്പറിലും സ്ഥിരമായിട്ട് ആവർത്തിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ് ഈ മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ റിവിഷൻ ക്ലാസ്സുകളിലും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അത്. പിന്നെ അതുപോലെ തന്നെ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചേഴ്സ്, അത് പറയുന്നതോടുകൂടി ഈ ചാപ്റ്റർ തീരാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വിട്ടുപോയൊരു കാര്യം ഉണ്ടല്ലോ, ഡൈനാമിക് അറേസ്. ഡൈനാമിക് അറേസ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാപ്റ്ററിൽ നിന്നുള്ള 6 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്ര പഠിച്ചാൽ ആ ചാപ്റ്റർ തീരും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക്
രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക്. രണ്ടാമത്തെ ചാപ്റ്ററിനെ കുറിച്ച് എന്താ തോന്നുന്നത്? രണ്ടാമത്തെ ചാപ്റ്റർ ഈസി ചാപ്റ്റർ ആണ്, മറ്റേ കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അതെ അപ്പോൾ ആ ചാപ്റ്ററിൽ ഇതിന്റെ കുറേ കൺസെപ്റ്റുകൾ വരുന്നുണ്ടല്ലോ. അതെ അപ്പൊ അത് നമ്മൾ എന്തായാലും പഠിക്കണം സാറേ. അത് ഫുൾ അത് ഈ കോൺസെപ്റ്റ്സ് ഓഫ് ഓപ്സ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ, അത് പഠിക്കുമ്പോൾ ഒരുപാട് സമയം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാർക്ക് വെയിറ്റേജ് ആ ചാപ്റ്ററിനുള്ളൂ. ചെറിയ ചാപ്റ്റർ. ചെറിയ ചാപ്റ്ററാണ്, പക്ഷേ അതിൽ ഒരുപാട് കോൺസെപ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് അതിൽ പറയുന്നുണ്ട് പല കാര്യങ്ങളും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ POP വേഴ്സ് OP, അതായത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് തമ്മിലുള്ള ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. പിന്നെ ഒരു 7 കോൺസെപ്റ്റുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? 7 കോൺസെപ്റ്റുകൾ. ഒബ്ജക്റ്റ് ക്ലാസ്, പോളിമോർഫിസം, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പോളിമോർഫിസം. മിക്കവാറും പോളിമോർഫിസം ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ പോളിമോർഫിസത്തിനെ കുറിച്ച് പറയുമ്പോൾ എത്ര ടൈപ്പ് പോളിമോർഫിസം ഉണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഏർലി ബൈൻഡിങ്, ലേറ്റ് ബൈൻഡിങ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. പിന്നെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു 5 തരത്തിലുള്ള ഇൻഹെറിറ്റൻസിനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക, അത്രേ വേണ്ടൂ. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു സെൻറ്റൻസിൽ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ജസ്റ്റ് ഒരു സെൻറ്റൻസിൽ, കാരണം ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ മാത്രമേ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചാപ്റ്റർ 3യിലേക്ക് പോവാം. ചാപ്റ്റർ 3 നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഒരു ചാപ്റ്ററാണ്, കാരണം അൽഗോരിതം ചോദിക്കുന്നുണ്ട്. അതെല്ലാവർക്കും കുറച്ച് ടഫാണ്. പിന്നെ സ്റ്റാക്കിലത്തെ പഠിക്കണോ ക്യൂവിലത്തെ പഠിക്കണോ ഏതാ വരാനുള്ള ടെൻഷൻ. അത് ഈ ഡാറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ, ഡാറ്റ സ്ട്രക്ചേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. അത് ബിടെക്കിന് പോകുമ്പോഴും വളരെ ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ്. 3 ഡാറ്റ സ്ട്രക്ചറുകളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ നമ്മുടെ ചാപ്റ്ററിൽ. അത് ഏതൊക്കെയാണ്? സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. ഇതിൽ സ്റ്റാക്കിൻ്റെയും ക്യൂവിൻ്റെയും ഓപ്പറേഷൻസ് നിർബന്ധമായിട്ടും പഠിക്കണം. സ്റ്റാക്കിന് 2 ഓപ്പറേഷൻ ഉണ്ട്, പുഷ്, പോപ്പ്. ഇതിൻ്റെ 2 അൽഗോരിതം പഠിക്കണം. പിന്നെ ക്യൂവിൻ്റെ 2 ഓപ്പറേഷൻ ഉണ്ട്, ഇൻസേർഷനും ഡിലീഷനും. ഇതും പഠിക്കണം. പിന്നെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ച് പഠിക്കണം. അതിൻ്റെ നോഡ് എന്താണെന്നുള്ളതിനെ കുറിച്ച് പഠിക്കണം. ഇത്രയും പറയുമ്പോൾ ഏകദേശം ആ ചാപ്റ്ററായി. പിന്നെ ക്യൂവിനെ കുറിച്ച് പറയുമ്പോൾ, ഈ സ്റ്റാക്കും ക്യൂവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ രസകരമായ എക്സാമ്പിൾസ് ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്. ഓർമ്മയുണ്ടോ സ്റ്റാക്കിനെ കുറിച്ച് പറയുമ്പോൾ? സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് ഒരു ഷർട്ട് ഇങ്ങനെ മടക്കി മുകളിൽ വെക്കുമ്പോൾ അവസാനം വെച്ചതാണ് ആദ്യം എടുക്കാൻ പറ്റുന്നത്. അതെ, ഈ ഷർട്ടിനേക്കാളും കുറച്ചും കൂടി കുട്ടികളിലേക്ക് എത്തിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ദോശ ചുട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ ചപ്പാത്തി ചുട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ദോശ ഇങ്ങനെ ചുട്ട് മേലേക്ക് വെക്കുകയാണെങ്കിൽ ആദ്യം എടുക്കുന്ന ദോശ ഏതായിരിക്കും? അവസാനം ചുട്ടതായിരിക്കും, ആദ്യം ചുട്ടതായിരിക്കും? അവസാനം ചുട്ട് വെച്ച ദോശയല്ലേ ആദ്യം എടുക്കുക. അതാണ് സ്റ്റാക്ക്. ആ ഒരു എക്സാമ്പിൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ സ്റ്റാക്കിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യുന്നതിന് പുഷ് എന്ന് പറയുന്നു, സ്റ്റാക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നതിന് പോപ്പ് എന്ന് പറയുന്നു. ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ അറിയാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? അതിന് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഓർമ്മയുണ്ടോ? അത് എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞു, നമ്മളൊരു ക്യൂവിൽ നിൽക്കുമ്പോൾ ഫസ്റ്റ് കയറിയ ആൾ തന്നെയാണ് ഫസ്റ്റ് വിളിക്കുക, ലാസ്റ്റ് കയറിയ ആളെ ഫസ്റ്റ് വിളിക്കുന്നത്. പിന്നെ ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ചൊന്ന് പഠിച്ചേക്കാം. പിന്നെ ഇതിലൊന്നും പെടാത്ത വേറൊരു ക്യൂ ഉണ്ട്, സർക്കുലർ ക്യൂ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഒരൊറ്റ സെൻറ്റൻസിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം എന്താണ് സർക്കുലർ ക്യൂ എന്നുള്ളതിനെ കുറിച്ച്. ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് 3rd ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ ഏറ്റവും വെയിറ്റേജ് ഉള്ള 4th ചാപ്റ്ററിലേക്ക് പോകാം. 4th ചാപ്റ്റർ വെബ് ടെക്നോളജിയാണ്. അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? വെബ് ടെക്നോളജി അത്യാവശ്യം കുറച്ച് ലെങ്ത് ഉള്ള ചാപ്റ്ററാണ്, വലിയ ചാപ്റ്ററാണ്. നമുക്ക് പഠിക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ചാപ്റ്ററുകളിൽ ഒന്നാണ് വെബ് ടെക്നോളജി. കുറേ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ, കുറേ കൺസെപ്റ്റുകളൊക്കെ വരുന്നുണ്ട്. പിള്ളേർക്ക് പഠിക്കാൻ കുറച്ച് മടിയുള്ള ചാപ്റ്റർ ആയിരിക്കും. അപ്പോൾ സാർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിലെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വെബ് ടെക്നോളജി 2 ഭാഗങ്ങളായിട്ടാണ് ആ ചാപ്റ്റർ ഉള്ളത്. ആദ്യം വെബ് ടെക്നോളജിയെ കുറിച്ച് പറയുന്നു, രണ്ടാമത് HTML കോഡിനെ കുറിച്ച് പറയുന്നു. HTML രണ്ടാമത്തെ ഭാഗം വരുന്നു. ഏകദേശം 10 മാർക്കിന് വെയിറ്റേജ് ഉണ്ട് ആ ചാപ്റ്റർ. ഞാൻ ആദ്യം പറഞ്ഞു, അപ്പോൾ 18 മാർക്ക് മതി ജയിക്കാൻ. അപ്പോൾ അതിൽ 10 മാർക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുമെന്നാണ് ഞാൻ പറയണത്. അപ്പോൾ ഈ അത്രയും വലിയൊരു ചാപ്റ്ററാണ്, പഠിക്കാൻ എളുപ്പമാണ്.
ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വെബ് പേജ് എന്താണ് ഒരു വെബ് പേജ്. ഇതൊന്നും ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികളെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം എന്താണ് വെബ് പേജ് എന്ന്. അപ്പോൾ വെബ് പേജ് 2 തരത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട്. സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും. അത് തമ്മിലുള്ള ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. 2 തരത്തിലുള്ള സ്ക്രിപ്റ്റ് ഏതൊക്കെയാണ്? 2 തരത്തിൽ, ക്ലയൻറ്റ് സൈഡും സെർവർ സൈഡും. അതിൻ്റെ ഡിഫറൻസും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് വരുന്നത് പോർട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. സോഫ്റ്റ്വെയർ പോർട്ട് ഓർമ്മയില്ലേ? കുറേ നമ്പേഴ്സൊക്കെ തന്നിട്ട്. അപ്പം സോഫ്റ്റ്വെയർ പോർട്ടിൽ 2 പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ ഏതൊക്കെയാണ്? HTTPയും HTTPSഉം. HTTPയുടെ പോർട്ട് നമ്പർ ഓർത്ത് വയ്ക്കണം, 80 ആണ്. HTTPSൻ്റെ 443 ആണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പറയുന്നതോടുകൂടി ഏകദേശം നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് സെക്ഷനിലോട്ട് വരികയാണ്. HTML കോഡുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ HTML കോഡിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെ, കോഡ് ഈസി ആണോ? ഇപ്പോൾ ലാബ് എക്സാം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയല്ലേ, HTML പ്രോഗ്രാമൊക്കെ ചെയ്തില്ലേ, കിട്ടിയില്ലേ, ഔട്ട്പുട്ടൊക്കെ കിട്ടിയില്ലേ? അപ്പം എന്തൊക്കെയാണ് HTMLനെ കുറിച്ച് പറയാനുള്ളത്? HTML വളരെ ഈസി ആയിട്ട് തോന്നിയിട്ടില്ലേ. നമ്മൾ ടാഗുകൾ അറിയണം, അതിന്റെ യൂസും കറക്റ്റ് ആയിട്ട് അറിയണം, നമുക്ക് കറക്റ്റ് എഴുതാൻ പറ്റും. പിന്നെ സാറിന്റെ ക്ലാസ് കേട്ട എക്സാം ആയാലും നമുക്ക് ആ ക്ലാസിന്റെ ഓർമ്മയിൽ നമുക്ക് എഴുതാൻ പറ്റും. അയ്യോ, ഓക്കെ. അപ്പോൾ 2 ടൈപ്പ് ടാഗുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. 2 ടൈപ്പ് ടാഗുകളുണ്ട്, എംപ്റ്റി ടാഗും കണ്ടെയ്നർ ടാഗും. എംപ്റ്റി ടാഗ് എന്ന് പറഞ്ഞാൽ ടാഗ് ഓപ്പൺ ചെയ്താൽ മതി, ക്ലോസ് ചെയ്യണ്ട. കണ്ടെയ്നർ എന്ന് പറഞ്ഞാലോ ഓപ്പണിംഗ് ടാഗും ഉണ്ട്, ക്ലോസിംഗ് ടാഗും ഉണ്ട്. അപ്പോൾ എംപ്റ്റി ടാഗ് ഇമ്പോർട്ടൻ്റ് ആണ്. എംപ്റ്റി ടാഗിന് ഏതൊക്കെയാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്? BR, HR, IMG. ഈ 3 ടാഗുകൾ ഓർത്തുക. BR, HR, IMG. ഇത് 3ഉം എംപ്റ്റി ടാഗുകളാണ്. അത് വേറെയും ടാഗുകളുണ്ട്, എങ്കിലും ഇത് 3 എണ്ണം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ സ്ട്രക്ചർ ടാഗുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. HTML ഹെഡ് ടാഗ്, ടൈറ്റിൽ, ബോഡി ടാഗ്, ഇത്രയും ടാഗുകളാണ് സ്ട്രക്ചർ ടാഗുകൾ എന്ന് പറയുന്നത്. പിന്നെ അതിലേക്ക് വരികയാണ് ഈ ഹെഡിങ് ടാഗുകൾ. ഹെഡിങ് ടാഗുകൾ ഏതൊക്കെയാണ്? H1 തൊട്ട് H6 വരെയുള്ളതാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? H1 ഏറ്റവും ലാർജസ്റ്റ് ആണ്, H6 സ്മോളസ്റ്റ് ആണ്. അപ്പോൾ ഹെഡിങ് ടാഗുകൾ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം, ഒരു 3 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കാം. പിന്നെ അതിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ടാഗുകൾ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ ഒരു 12 എണ്ണം ഉണ്ട്. പക്ഷെ 12 എണ്ണം ഉണ്ടെങ്കിൽ അത് ഈസിയാണ് കേട്ടോ. കാരണം ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, സബ്സ്ക്രിപ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഈസിയാണ്, കുട്ടികൾക്ക് വളരെ ഈസിയാണ്. അല്ല, ഈസി അല്ലേ? ഈസിയാണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി അത്. പിന്നെ ആ ചാപ്റ്ററിൽ ഏതാണ് പ്രധാനപ്പെട്ട പറയുന്നത്? ടെക്സ്റ്റ് HR ടാഗുകൾ നമ്മൾ പറഞ്ഞു. HR ടാഗ്, BR ടാഗ് ഒക്കെ പറഞ്ഞു. പിന്നെ ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വരും IMG ടാഗ്, ഇമേജ് പ്ലേസ് ചെയ്യാനുള്ള. ഇമേജ് പ്രാക്ടിക്കലിന് ചെയ്തിട്ട് കിട്ടിയിരുന്നോ? അതല്ല ക്വസ്റ്റ്യൻ അല്ല കിട്ടിയിരുന്നത്. പല കുട്ടികൾക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇമേജ് അവർ വിചാരിച്ച പോലെ അത് പ്ലേസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ IMG ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇമേജ് പ്ലേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. IMG ടാഗിന് ഒരു പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടാണ് ഓൾട്ട് എന്ന് പറയുന്നത്. ALT. ഇതിനെക്കുറിച്ച് നിരവധി പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് ഒരു സെൻറ്റൻസിലൊന്ന് എഴുതി വെക്കാനായിട്ട് ഒന്ന് ശ്രമിക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഏകദേശം മാർക്കുകൾ നിങ്ങൾക്ക് കിട്ടും എന്നാണ് പ്രതീക്ഷ. ഇനി അടുത്തതിലേക്ക് പോവാം. ഇനി അടുത്ത ഏതാണ് ചാപ്റ്റർ? അടുത്ത ചാപ്റ്റർ 5 അല്ലേ, വെബ് ഡിസൈനിങ്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഒരുപാട് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. വളരെ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ്. ഒരുപാട് കോണ്ടൻറ്റുകൾ ഉണ്ട് അതിനകത്ത് കുറച്ച് കോൺസെപ്റ്റുകൾ, ഒരു 5 കോൺസെപ്റ്റുകൾ പറയുന്നുണ്ട്. ലിങ്കുകളെക്കുറിച്ച് ആദ്യം പറയുന്നുണ്ട്. രണ്ടാമത് ലിസ്റ്റുകളെക്കുറിച്ച് പറയുന്നുണ്ട്. മൂന്നാമത് ടേബിളിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഫ്രെയിമിനെ കുറിച്ച് പറയുന്നുണ്ട്. ലാസ്റ്റ് ഫോമിനെ കുറിച്ചും പറയുന്നുണ്ട്. ഈ 5 കോൺസെപ്റ്റുകൾ പഠിക്കണം. ഈ 5 കോൺസെപ്റ്റുകൾ ഈസിയാണ് കേട്ടോ. ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾ ഇത് ബൈ ഹാർട്ടൊന്നും ചെയ്യണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. രസകരമാണ്. കാരണം വെബ്സൈറ്റ്, വെബ് പേജ്, ഇൻ്റർനെറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്കെല്ലാം താല്പര്യമുള്ള മേഖലയല്ലേ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഏതാണെന്ന് അറിയാം? ലിസ്റ്റ് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് തന്നെയാണ്. അതിൽ എത്ര ടൈപ്പ് ലിസ്റ്റുകളുണ്ട്? 3 ടൈപ്പ്. ഏതൊക്കെ? ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്. ഈ 3 ലിസ്റ്റിൻ്റെ പേരൊന്ന് പഠിച്ചു വയ്ക്കുക. ഓർഡേർഡ്, അൺഓർഡേർഡ്, ഡെഫിനിഷൻ ലിസ്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം അത് തന്നെയാണ്. പിന്നെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ അറിയോ? അതാണോ പ്രാക്ടിക്കലിന് കിട്ടിയത്?
അല്ല, ലിസ്റ്റിന്റെ കിട്ടിയത്. ലിസ്റ്റിന്റെ കിട്ടിയത്, അതാണ് പെട്ടെന്ന് ലിസ്റ്റ് ഓർമ്മ വന്നു. അപ്പൊ ഇത് ടേബിൾ എങ്ങനെയാ ടേബിള് ബോർഡർ കൊടുത്ത് പിന്നെ അതിന്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ട്? അതെ, ടേബിളിന് ഒരു ടാഗുകളുണ്ട്, 4 ടാഗുകളുണ്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഏതൊക്കെയാണ് 4 ടാഗ്? TH, TH, TR, TR, TD, TD, പിന്നെ ടേബിൾ ടാഗ് തന്നെ. ടേബിൾ, ടേബിൾ ടാഗ് തന്നെ. ടേബിൾ ടാഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട് ആണ് ബോർഡർ. ബോർഡർ. അപ്പോൾ അത് അതിൽ ഭയങ്കര രസകരമായ കാര്യങ്ങളാണ്. ബോർഡർ ഇസിക്കൽ ടു 1 എന്ന് പറയുമ്പോൾ ചെറിയൊരു ബോർഡർ വരും. ബോർഡർ ഇസിക്കൽ ടു 2 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വലിയൊരു ബോർഡർ വരും. 3 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വലുത് പറയും. നമ്മുടെ ലാബിലെത്തിയിട്ട് കുട്ടികൾ അടിച്ചു വെച്ചത് ബോർഡർ ഇസിക്കൽ ടു 500, ബോർഡർ ഇസിക്കൽ ടു 1000. അപ്പോൾ ആ ഒരു പേജിൽ, വെബ് പേജിൽ ഈ ബോർഡർ മാത്രമേ കാണുള്ളൂ, ബോർഡറിൻ്റെ ഒരു അംശം മാത്രമേ കാണുള്ളൂ. ഓക്കെ, അപ്പോൾ ബോർഡർ ഇനി മറക്കില്ല, ആരും മറക്കരുത് ബോർഡറിനെ കുറിച്ചിട്ട്. പിന്നെ ഈ ടേബിൾ ടാഗിൽ പറയുമ്പോൾ 2 ആട്രിബ്യൂട്ടുകൾ വളരെ പ്രധാനപ്പെട്ട ഇതുകളാണ്, കോൾ സ്പാൻ, റോ സ്പാൻ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൾ സ്പാൻ ആൻഡ് റോ സ്പാൻ? ഇത് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്, ഈ 2 സംഭവം എന്താണ്. അതുപോലെ തന്നെ സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും, അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. സെൽ സ്പേസിങ്, സെൽ പാഡിങ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ടേബിളിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രെയിമാണ്. ഫ്രെയിം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല. ഫ്രെയിം എന്താണ്? ഫ്രെയിം നമ്മൾ ഒരു വിൻഡോനെ പാർട്ടീഷൻ ചെയ്തിട്ട്, ഓക്കെ, അത് തന്നെയാണ്. നമ്മൾ ഒരു വെബ് പേജ്, ആ വെബ് പേജിനെ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്തതിന് ശേഷം ഓരോ ഭാഗത്തും ഓരോ പേജ് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ടി വി സ്ക്രീനെ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് ഒരു സ്ക്രീനിൽ ഏഷ്യാനെറ്റും, ഒരു ഭാഗത്ത് സൂര്യയും, മറ്റേത് അമൃതയും, താഴെ റിപ്പോർട്ടറും 24ഉം, ഇങ്ങനെ കുറേ ചാനലുകൾ ഒരു സ്ക്രീനിൽ കാണുന്ന ഒരു ടെക്നിക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ആ ചാപ്റ്ററിൽ ലാസ്റ്റ് വരുന്നതാണ് ഫോംസ്. ഫോംസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടാഗാണ് ഇൻപുട്ട് ടാഗ്. ഇൻപുട്ട് ടാഗിന് ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, ടൈപ്പ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഈ ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് നിരവധി വാല്യൂസ് ഉണ്ട്. ടെക്സ്റ്റ്, പാസ്വേഡ്, സബ്മിറ്റ്, റീസെറ്റ്, ചെക്ക് ബോക്സ്, ഇങ്ങനെ കുറേ വാല്യൂസ് ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കണം. ഇൻപുട്ട് ടാഗിൻ്റെ ടൈപ്പ് ആട്രിബ്യൂട്ടിൽ വരുന്ന വാല്യൂസ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ നമ്മൾ 5ാമത്തെ ചാപ്റ്ററും കഴിഞ്ഞു. ഇനി അപ്പോൾ നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കഴിഞ്ഞു വരികയാണ്. ഇപ്പോൾ ഇത്രയും പഠിച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നു 10-30 മാർക്കിനുള്ള ചോദ്യങ്ങളായി കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത്, ഈ ചാപ്റ്റേഴ്സൊക്കെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. അടുത്തത് ചാപ്റ്റർ 6 ആണ്, ജാവാസ്ക്രിപ്റ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റ് ഈസി ആണോ? C++ പഠിച്ച ഒരു കുട്ടിക്ക് ജാവാസ്ക്രിപ്റ്റ് ഒരു വലിയ വിഷയമൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ ആദ്യം വരുന്നത് സ്ക്രിപ്റ്റ് ടാഗിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഡാറ്റ ടൈപ്പ്, പിന്നെ അവിടെ യൂസ് ചെയ്യുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതൊക്കെ C++ലെ സെയിം അല്ലേ. പിന്നെ അതിൽ വരുന്ന ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇതൊക്കെ സെയിം ആണ്. അതിൽ പുതിയതായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് കുറച്ച് ബിൽറ്റ് ഇൻ ഫങ്ഷൻസാണ്. അതേതൊക്കെയാണ്? ലോവർ കേസ്. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ക്ലാസ്സിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം? ഇപ്പൊ ടു ലോവർ കേസ് എന്ന് എഴുതുമ്പോൾ വെറുതെ എഴുതിയാൽ പോരാ, അത് ക്യാമൽ കേസിംഗിൽ എഴുതണം. എന്താണ് ക്യാമൽ കേസിംഗ് എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ വാക്ക്, ഇതിപ്പോൾ ടു അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ 3 വാക്കുണ്ട്. ടു അപ്പർ കേസ് 3 വാക്കുണ്ട്. ഇതിൽ ആദ്യത്തെ വാക്ക് പൂർണ്ണമായി സ്മോൾ ലെറ്ററിൽ എഴുതണം. ഇപ്പോൾ ടു സ്മോൾ ലെറ്ററിൽ എഴുതി. രണ്ടാമത്തെ വാക്ക് എന്താ? അപ്പറാണ്. ഈ അപ്പറിൻ്റെ യു മാത്രം ക്യാപിറ്റലിൽ എഴുതണം, ബാക്കിയെല്ലാം സ്മോൾ ലെറ്ററിൽ. പിന്നെ മൂന്നാമത്തെ വാക്ക് കേസാണ്, കേസിൻ്റെ സി മാത്രം ക്യാപിറ്റലിൽ. അപ്പോൾ ടു അപ്പർ കേസിൻ്റെ യുവും സിയും മാത്രം ക്യാപിറ്റൽ ലെറ്ററിൽ, ബാക്കിയെല്ലാം സ്മോൾ ലെറ്ററിൽ. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ക്യാമൽ കേസിങ്. കാരണം എന്താ അങ്ങനെ വിളിക്കാൻ കാരണം? ഞാൻ പറഞ്ഞില്ലേ, മറ്റേ നമ്മുടെ ഇവിടുത്തെ ഒട്ടകങ്ങളല്ല, മറ്റേ അറബി നാട്ടിലെ ഒട്ടകങ്ങൾക്ക് 2 മുഴയുണ്ടാവും. അപ്പോൾ 2 ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചില്ലേ, അപ്പോൾ 2 മുഴ, ക്യാമൽ കേസിംഗ് എന്ന് പറയുന്നതൊക്കെ പറയുന്നതൊക്കെ രസകരമായിട്ട് നമ്മൾ കുറേ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞതാണ് ക്ലാസ്. പിന്നെ ഈവൻസിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ. എന്തൊക്കെ ഈവൻറ്റുകളാണ് അതിൽ വരുന്നത്? മൗസ് സെൻറ്റർ ഉണ്ട്, ഓൺ മൗസ് ലീവ്, ഓൺ ക്ലിക്ക് ഉണ്ട്, കീ അപ്പ് ഉണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ എവിടെയാണ് ജാവാസ്ക്രിപ്റ്റ് ആഡ് ചെയ്യാനായിട്ട് പറ്റുക? ഒരു വെബ് പേജ് നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയൊക്കെ ജാവാസ്ക്രിപ്റ്റ് ആഡ് ചെയ്യാനായിട്ട് പറ്റും? ഹെഡ് സെക്ഷനിൽ പറ്റും, ബോഡി സെക്ഷനിലും പറ്റും, പിന്നെ ഒരു എക്സ്റ്റേണൽ ഫയലായിട്ടും ആഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഈ 3 തരത്തിൽ ജാവാസ്ക്രിപ്റ്റ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അതിൽ വല്ലതും പറയാനുണ്ടോ ഈ ചാപ്റ്ററിൽ? നമുക്ക് ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ പ്ലസ് ഓപ്പറേറ്ററിന് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കും. 2, സ്ട്രിങ്ങുകൾ തമ്മിൽ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ, കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ജോയിൻ ചെയ്യാൻ, കൂട്ടിച്ചേർക്കാൻ പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ പറ്റും. അതിവിടെ പറ്റും. C++ൽ പറ്റില്ല. ഇപ്പോൾ 5+6 എന്ന് എഴുതുന്ന പോലെ തന്നെ ഡൽഹി പ്ലസ് ബോംബെ എന്ന് എഴുതിയാൽ ഉത്തരം ഡൽഹി ബോംബെ എന്ന് അടുപ്പിച്ച് വരും എന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ ജാവാ സ്ക്രിപ്റ്റിൽ നിന്നുള്ള ഒരു 5 മാർക്കിൻ്റെ 5 മുതൽ 6 മാർക്ക് വരെ വെയിറ്റേജ് ആണുള്ളത്. അത് നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത ചാപ്റ്റർ 7 ആണ്, വെബ് ഹോസ്റ്റിംഗ്. ഒരു കുട്ടി ചാപ്റ്ററാണ്, ഒരു 4 മാർക്കിൻ്റെ വെയിറ്റേജേ ഉള്ളൂ. അപ്പോൾ ആ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. വെബ് ഹോസ്റ്റിംഗ് അത് തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. ഷെയർഡ് വെബ് ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റഡ് വെബ് ഹോസ്റ്റിംഗ്, VPS. ഈ 3 ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഒരു വരിയിലൊന്ന് എഴുതാനായിട്ട് പഠിച്ചേക്കുക. പിന്നെ അതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് ടേംസുകൾ ഓർക്കണം. ഹൂ ഈസ്, ഐ ക്യാൻ, പിന്നെ എ റെക്കോർഡ്. അപ്പോൾ അത് 3. എ റെക്കോർഡ് എന്താണെന്നൊക്കെ പരീക്ഷയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. അപ്പോൾ അതും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. പിന്നെ ഫ്രീ ഹോസ്റ്റിങ്ങിനെ കുറിച്ച് 1-2 വരി എഴുതാനായിട്ട് പഠിക്കണം. പിന്നെ അതിൽ CMS, എന്താണ് CMS? കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. CMSനെ കുറിച്ച് ഒരു 1-2 വരി ഒന്ന് എഴുതാൻ പഠിച്ചേക്കണം. അതുപോലെ റെസ്പോൺസീവ് വെബ് ഡിസൈൻ. റെസ്പോൺസീവ് വെബ് ഡിസൈൻ ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നറിയാം? അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മളൊരു വെബ് പേജ് മൊബൈലിൽ കാണുമ്പോൾ കിട്ടുന്ന സ്ക്രീനല്ല ടി വിയിൽ കാണുമ്പോൾ കിട്ടുന്നത്. ടി വിയിൽ കാണുമ്പോൾ കിട്ടുന്ന സ്ക്രീനല്ല ടാബിൽ കാണുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതിൽ ഡിവൈസിനനുസരിച്ച് വെബ് പേജിൻ്റെ ഘടനയിൽ വ്യത്യാസം വരുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ. അതൊരു 2 സെൻറ്റൻസിലൊന്ന് എഴുതാൻ പഠിച്ചേക്കാം. അടുത്ത ചാപ്റ്ററാണ് ചാപ്റ്റർ 8, DBMS, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അത് എളുപ്പമുള്ള ചാപ്റ്ററാണ് അല്ലേ? അത് നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് കേട്ടോ. അതിന് ഏകദേശം 8 മാർക്കിൻ്റെയോളം വെയിറ്റേജ് ഉണ്ട് ആ ചാപ്റ്ററിന്. എസ്സേ പ്രതീക്ഷിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. അപ്പോൾ DBMSൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ആദ്യം പറയുന്നത്. സാധാരണ കൺവെൻഷണൽ മാനേജ്മെൻറ്റ് സിസ്റ്റവും DBMSും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നു. പിന്നെ DBMSൻ്റെ കോമ്പോണൻസ് എന്തൊക്കെയാണ്, യൂസേഴ്സ് ആരൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഡാറ്റ അബ്സ്ട്രാക്ഷനും ഡാറ്റ ഇൻഡിപെൻഡൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് പറയുന്നുണ്ട് അതിനകത്ത്. ഒക്കെ വളരെ രസകരമായിട്ട്, നമ്മൾ സമയത്തിൻ്റെ കുറവ് മൂലം നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഒന്നും പറയാൻ പറ്റുന്നില്ല അതിൽ, അല്ലെങ്കിൽ നല്ല എക്സാമ്പിൾസ് ഒക്കെ ഇതിനകത്തുണ്ട്. നമുക്ക് കുട്ടികളുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. പിന്നെ അതിൽ 2ാം ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും RDBMSനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് കുറച്ച് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? RDBMSലുള്ള ഓപ്പറേറ്റേഴ്സ്: സെലക്ട്, പ്രൊജക്റ്റ്, യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഓർമ്മയില്ലേ? സെറ്റ് ഡിഫറൻസ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഇത്രയും ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒരു വരിയിലൊന്ന് എഴുതാൻ പഠിച്ചാൽ മതി. ഇതെന്താണ് എന്നുള്ളത്, അതിലുപയോഗിക്കുന്ന സിമ്പിൾസ് എന്താണെന്നും. ഇത് വലിയ ബുദ്ധിമുട്ടില്ല, കാരണം നിങ്ങൾ മാത്തമാറ്റിക്സിൽ സെറ്റ് തിയറി പഠിക്കുന്നതല്ലേ, അത് തന്നെയല്ലേ ഇത്, അല്ലേ? വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. ചാപ്റ്റർ 9, SQL. സ്ട്രക്ചേർഡ്. പിന്നെ കുട്ടികൾക്ക് എപ്പോഴും ഏറ്റവും ടഫ് ഉള്ളതും അല്ലേ, നമ്മുടെ ഉറക്കം കളയുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് SQL, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ചാൻസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു, SQL ഒത്തിരി പ്രാധാന്യമുള്ള ചാപ്റ്ററാണ്. മാത്രമല്ല എസ്സേ ആയിട്ട് ചോദിക്കുന്നത് ക്വറി ആയിരിക്കും, ക്വറി എഴുതാനായിരിക്കും. അത് ഇത്തിരി പാടായിരിക്കും അല്ലേ? കുഴപ്പമില്ല, ഈസിയാണ് കേട്ടോ അത്. SQL ഈസിയാണ്. SQL 3 ടൈപ്പ് ലാംഗ്വേജ് ഉണ്ടെന്ന് പറയുന്നുണ്ട്: DDL, DML, DCL. അപ്പോൾ ഈ അതിനെക്കുറിച്ചൊന്ന് എഴുതാനായിട്ട് പഠിക്കണം. DDLലുള്ള കമാൻഡ്സ് ഏതൊക്കെയാണ്? ക്രിയേറ്റ് ടേബിൾ, ഡ്രോപ്പ് ടേബിൾ, ഓൾട്ടർ ടേബിൾ. അപ്പോൾ DDL കമാൻഡ് ഓർത്ത് വയ്ക്കാനായിട്ടുള്ള എളുപ്പം, കമാൻഡിൻ്റെ കൂടെ ടേബിൾ എന്നുള്ളൊരു വാക്കതിലുണ്ടാവും. കമാൻഡിൻ്റെ കൂടെ ടേബിൾ എന്നുള്ള വാക്കുണ്ടെങ്കിൽ അതെന്താണ്? DDL ആണ്. ടേബിൾ എന്നുള്ള വാക്കില്ലെങ്കിൽ അത് DML ആണ്. അപ്പോൾ DDLൻ്റെ ഫുൾ ഫോം ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, DMLൻ്റെ ഫുൾ ഫോം ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, DCL ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. DCL 2 കമാൻഡുകളെ കുറിച്ച് പറയുന്നുള്ളൂ: ഗ്രാൻഡും റിവോക്കും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. DCL ഏതൊക്കെയുള്ളതെന്ന് വെച്ചാൽ ഗ്രാൻഡും റിവോക്കും. പിന്നെ അതിൽ കുറച്ച് ക്വറീസ് ആണുള്ളത്. ആ ക്വറീസ് ഒക്കെ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ. സം, മിൻ, മാക്സ്, കൗണ്ട് എന്നൊക്കെ പറയുന്നത്
AVG എന്നൊക്കെ പറയുന്ന അത് വളരെ സിമ്പിളാണ്. അതാണ് അഗ്രിഗേറ്റ് ഫങ്ഷൻസിൽ വരുന്നത്. പിന്നെ അതിൽ വ്യൂ വ്യൂ എന്ന് പറയുന്ന ഭാഗം എന്താണ് വ്യൂ, എങ്ങനെ നമുക്ക് വ്യൂ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ. വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു വെർച്വൽ ടേബിൾ ആണല്ലോ. വെർച്വൽ ടേബിളാണ് യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് തോന്നിക്കുന്ന എന്നാൽ ഇല്ലാത്ത ടേബിളിനെ വിളിക്കുന്ന പേരാണ് വ്യൂ എന്നുള്ളത്. പിന്നെ അതിൽ കീകളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രൈമറി കീ, കാൻഡിഡേറ്റ് കീ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം നോക്കണം. അടുത്ത ചാപ്റ്റർ 10 ആണ്. 10ാമത്തെ ചാപ്റ്റർ PHP ആണ്. അധികം വെയിറ്റേജ് ഒന്നുമില്ല, എന്നാലും 4 മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ നോക്കേണ്ടത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പോൾ അത് സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഡാറ്റ ടൈപ്പ് പഠിക്കണം. അതുപോലെ തന്നെ അതിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിക്കണം, ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിക്കണം. നമ്മുടെ ഭാഗ്യത്തിന് ഇതെല്ലാം C++ പോലെ തന്നെയാണ്. അപ്പോൾ പിന്നെ PHP കൂടുതൽ പഠിക്കണ്ടല്ലോ. അത് തന്നെയാണ് അതിലുള്ളത്. പിന്നെ PHPയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എക്കോയും പ്രിൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് നിർബന്ധമായിട്ടും പഠിക്കണം. അത് എപ്പോഴും ചോദിക്കുന്നതാണ്. അതുപോലെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ C++ലാണെങ്കിൽ ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാർ എന്നൊക്കെ പറയും. ഇവിടെ അങ്ങനെ കീവേഡ്സ് ഒന്നും യൂസ് ചെയ്യണ്ട. ഒരു സിമ്പിൾ യൂസ് ചെയ്താൽ മതി. ഏത് സിമ്പിളാണെന്നറിയോ? ഡോളറാണ്. അപ്പോൾ ഡോളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ PHPക്ക് മനസ്സിലായി വി ആർ യൂസിങ് എ വേരിയബിൾ എന്ന് മനസ്സിലായി. വേരിയബിൾ ഉപയോഗിക്കണമെങ്കിൽ ഡോളർ സിമ്പിൾ ഉപയോഗിച്ചാൽ മതി. ജാവാസ്ക്രിപ്റ്റിൻ്റെ ചാപ്റ്റർ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ. ജാവാസ്ക്രിപ്റ്റിലും വേരിയബിൾ ഡിക്ലറേഷൻ ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ, ക്യാർ എന്നൊന്നും പറയണ്ട. അവിടെ ഒരൊറ്റ കീവേഡേ ഉള്ളൂ ജാവാസ്ക്രിപ്റ്റിൽ, var. VAR എന്ന് എഴുതി കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിന് മനസ്സിലായി വി ആർ യൂസിങ് എ വേരിയബിൾ എന്നുള്ളത് മനസ്സിലായി. അത് തമ്മിൽ മാറിപ്പോരുത്. ജാവാസ്ക്രിപ്റ്റിൽ VAR എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുമ്പോൾ PHPയിൽ ഏതാ യൂസ് ചെയ്യുന്നത്? ഡോളർ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. അവിടെ അത് തമ്മിൽ മാറിപ്പോരുത്. പിന്നെ PHPയുടെ 3 ടയർ ആർക്കിടെക്ചറിനെ കുറിച്ച് പഠിക്കണം. അവിടെ ഉപയോഗിക്കുന്ന ഫംഗ്ഷനുകളെ കുറിച്ച് കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. പിന്നെ ഗെറ്റ് മെത്തേഡും പോസ്റ്റ് മെത്തേഡും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ആ ചാപ്റ്റർ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അടുത്ത ചാപ്റ്റർ 11 ആണ്. കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ കുറേ കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ്, പാരലൽ കമ്പ്യൂട്ടിങ്, സീരിയൽ കമ്പ്യൂട്ടിംഗ് തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അല്ലേ, ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കുട്ടികൾക്കറിയാം. ഈ ചാപ്റ്റർ നിങ്ങൾ ഒരിക്കലും എഴുതാതിരിക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഐഡിയ ഉള്ള, ഞങ്ങൾ അധ്യാപകരെക്കാൾ ഐഡിയ ഉള്ള ഒരു ചാപ്റ്ററാണ് നിങ്ങൾക്കത്. അല്ലേ, നിങ്ങളുടെ ഐഡിയ വെച്ച് നിങ്ങൾക്ക് തോന്നുന്നത് എന്തെഴുതിയാലും അത് ശരിയായിരിക്കും. കാരണം നിങ്ങൾ അത്രയും അതിൽ ക്ലൗഡിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ക്ലൗഡിൻ്റെ 3 സർവീസസ് എന്തൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെക്കണം. സാസ്, പാസ്, അയാസ്, അങ്ങനെയുള്ള 3 സർവീസസുകൾ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ. നമുക്ക് പിന്നെ അതിൽ വരുന്നത് ബയോമെട്രിക്സ്, റോബോട്ടിക്സ്, കമ്പ്യൂട്ടർ വിഷൻ, NLP, തുടങ്ങിയ ടേംസ് എല്ലാം വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് പറയാം. നമുക്കിനി എത്രയും പെട്ടെന്ന് ചാപ്റ്റർ 12, ലാസ്റ്റ് ചാപ്റ്റർ, സമാധാനമായില്ലേ? ഇത് കഴിഞ്ഞ 12ാമത്തെ ചാപ്റ്റർ കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്സിലേക്കോ കെമിസ്ട്രിയിലേക്കോ മാത്സിലേക്കോ പോകാം. അപ്പോൾ അധിക സമയം കമ്പ്യൂട്ടറൊന്നും പഠിച്ച് ചിലവാക്കണ്ട. കമ്പ്യൂട്ടർ പെട്ടെന്ന് നമുക്ക് പഠിച്ച് തീർക്കാവുന്നേ ഉള്ളൂ. കൂടുതൽ പഠിക്കുക, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ നന്നായിട്ട് പഠിക്കുക. ഒരുപാട് പഠിക്കാനുണ്ട് അതിനകത്ത്. അപ്പോൾ ചാപ്റ്റർ 12ലേക്ക് നമുക്ക് പോകാം. ICT ആൻഡ് സൊസൈറ്റി. അതിൽ ആദ്യം പറയുന്ന ഗവേണൻസിനെ കുറിച്ചിട്ടാണ്. ഗവേണൻസിൻ്റെ കുറച്ച് ടെർമിനോളജി, ഇൻട്രാക്ഷൻസ് വരുന്നുണ്ട് അതിനകത്ത്. ആദ്യം പറയുന്നുണ്ട് G2G, G2B, G2C, G2E, 4 ഇൻറ്ററാക്ഷൻസ് വരുന്നുണ്ട്. അത് നിർബന്ധമായിട്ട് ഓർത്ത് വെക്കണം. പിന്നെ ബിസിനസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ലേണിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ലേണിങ്ങിനെ കുറിച്ച് നമ്മളൊന്നും പുതിയതായിട്ടൊന്നും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. കാരണം നമ്മളൊക്കെ കൊറോണ കുട്ടികളാണല്ലേ. ആ സമയത്ത് നമ്മളെങ്ങനെയാണ് പഠിച്ചത് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ അതൊക്കെ തന്നെ ഈ ഗൂഗിൾ മീറ്റും ഓൺലൈൻ ചാറ്റും ബുക്കും ഒക്കെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലേണിംഗ് ആയിക്കഴിഞ്ഞു. പിന്നെ അതിൽ വരുന്നത് സൈബർ ക്രൈമിനെ കുറിച്ച്, അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ചാപ്റ്ററിൻ്റെ സൈബർ ക്രൈമിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലേ. സൈബർ ക്രൈം എത്ര ടൈപ്പ് ഉണ്ട്? 3 തരത്തിൽ സൈബർ ക്രൈം ഉണ്ട്. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ, വ്യക്തികൾക്കെതിരായിട്ടുള്ള സൈബർ ക്രൈം. സൈബർ ക്രൈം എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ഗവൺമെൻറ്. ഈ 3 സൈബർ ക്രൈമേ ഉള്ളൂ. അതിനെക്കുറിച്ച് പഠിക്കുക. പിന്നെ സൈബർ ഫോറൻസിക് എന്താണെന്ന് ഒറ്റ വാക്കിലൊന്ന് എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പ്യൂട്ടർ സയൻസ് കഥം കഴിഞ്ഞു. സമാധാനമായി അല്ലേ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാർ, ഇപ്പൊ നമ്മൾ എത്ര പഠിച്ചിട്ട് എക്സാം എഴുതാൻ പോയാലും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ എഴുതുമ്പോൾ. അപ്പൊ നമ്മൾ എക്സാമിന്റെ തലേദിവസം അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോകുമ്പോൾ ആ ടെൻഷനൊക്കെ ഒന്ന് കുറച്ച് കൂളായിട്ട് എക്സാം എഴുതാനായിട്ട് എന്തെങ്കിലും ഒരു ടിപ്സ് ഒക്കെ? എക്സാമിന് കൂളായിട്ട് പോകാൻ ഒറ്റ ടിപ്പേ ഉള്ളൂ, നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഈ പഠനത്തിൽ കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാവുക.
പിന്നെ നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നേരത്തെ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ശരിക്കും 2.25 മണിക്കൂറാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൽ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ഈ കൂൾ ഓഫ് ടൈം സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ എന്താ ചെയ്യുക? അനാമിക എന്താ ചെയ്യുക? ഞാൻ ആ എല്ലാ സമയത്ത് ക്വസ്റ്റ്യനും വായിച്ച് വായിച്ചു നോക്കും, മനസ്സിലാക്കി വായിച്ചു നോക്കും. എഴുതാൻ പറ്റുന്ന എന്നിട്ട് എഴുതാൻ confidence പറ്റാത്തത് ഉള്ളൊക്കെ. കണ്ട് ടെൻഷൻ അടിക്കും. ഏയ്. ഇല്ല. എഴുതാൻ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ചോദ്യങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ആദ്യം എഴുതുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളായിരിക്കണം, നന്നായിട്ട് അറിയാവുന്ന ചോദ്യങ്ങളായിരിക്കണം. പിന്നെ ഓപ്ഷൻസ് ആദ്യം തന്നെ 1 വേർഡ് 6 എണ്ണം തന്നിട്ട് 5 എണ്ണമാണ് എഴുതാൻ പറയാം. അപ്പോൾ അതിൽ 6 എണ്ണം എഴുതി വെക്കണ്ട, നന്നായിട്ട് അറിയാവുന്ന 5 എണ്ണം എഴുതുക. 2 മാർക്കിൻ്റെ സെക്ഷൻ വരുമ്പോഴത്തേക്കും 12 ചോദ്യം തരും, 9 എണ്ണം എഴുതിയാൽ മതി. ഇതിൽ 12 എണ്ണം എഴുതാൻ നിൽക്കണ്ട, ആ. 9 എണ്ണം നല്ലപോലെ അറിയാവുന്നത് എഴുതുക. അടുത്ത 3 മാർക്കിൻ്റെ ഭാഗം വരുമ്പോഴത്തേക്കും 11 ചോദ്യങ്ങളിൽ 9 എണ്ണം എഴുതിയാൽ മതി, അവിടെ 9 നല്ലപോലെ അറിയാവുന്നത്. പിന്നെ എസ്സേ 2 എണ്ണമാണ് എഴുതേണ്ടത്, 10 മാർക്ക് 5 മാർക്കിൻ്റെ 2 എണ്ണം. അപ്പോൾ അതും നന്നായിട്ട് എഴുതുക. ഇതെല്ലാം എഴുതി കഴിഞ്ഞ് സമയം ബാക്കി ഉണ്ടെങ്കിൽ എക്സ്ട്രാ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി എഴുതി വയ്ക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഓവറോൾ ഇത്. അപ്പോൾ 2.25 മണിക്കൂറാണ് എക്സാം എങ്കിലും ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്, 2 മണിക്കൂറാണ് നമുക്ക് എക്സാം എഴുതാനായിട്ടുള്ളത്. 60 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്, ഞാൻ ആദ്യം പറഞ്ഞു 60 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉള്ളത്, എങ്കിലും 78 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടാവും, ബാക്കിയുള്ള ഓപ്ഷൻസാണ്. ഈ 60 മാർക്കിൽ ജയിക്കാൻ വേണ്ട മാർക്ക് എത്രയാണ്? 18 മാർക്കാണ്. അത് സെക്കൻഡ് ഇയറിൽ മാത്രം 18 കിട്ടിയാൽ മതിയോ? പോരാ, ഫസ്റ്റ് ഇയറിലും 18 കിട്ടണം. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും കൂടി എത്ര മാർക്ക് വേണം ജയിക്കാൻ? 36 മാർക്ക് വേണം. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും 36 മാർക്ക് കിട്ടിയ ഒരു കുട്ടി, ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ തന്നെ 36 മാർക്ക് കിട്ടിയ കുട്ടി പറയും ഞാൻ ഡബിൾ പാസ്സായി എന്ന് പറയും. കാരണം എന്താ? 2 വർഷം കൂടിയിട്ട് അത്രയും മാർക്ക് കിട്ടിയാൽ മതി. പിന്നെ 60 മാർക്കിൽ ഫസ്റ്റ് ഇയറിലും പരീക്ഷയുണ്ട്, 60 മാർക്കിൽ സെക്കൻഡ് ഇയറിലും പരീക്ഷയുണ്ട്, അപ്പോൾ അത്രയും 120 മാർക്കായി. പിന്നെ ഫസ്റ്റ് ഇയറിൽ 20 മാർക്ക് സി മാർക്ക് തരും, ഞങ്ങൾ തരുന്ന മാർക്ക്. സെക്കൻഡ് ഇയറിലും 20 മാർക്ക് സി തരും, അപ്പോൾ എത്രയും 40 മാർക്കായി. പിന്നെ അപ്പോൾ എത്ര മാർക്കായി ടോട്ടൽ? 120ഉം 40ഉം 160 മാർക്കായി. ഇനി ബാക്കി എത്ര മാർക്കുണ്ട് 200 ആവാൻ? 40 മാർക്ക്. ആ 40 മാർക്ക് എന്താ? ലാബ് എക്സാം ആണ്. അതിന് 40 മാർക്കും കിട്ടും. അങ്ങനെ 200ലാണ് എക്സാം, 200ലാണ് ടോട്ടൽ എക്സാം. അപ്പോൾ ടോട്ടൽ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഒരു പ്രത്യേകത ഏതാണ്? സെക്കൻഡ് ഇയറിലെ മാർക്ക് മാത്രമല്ല മാർക്കായിട്ട് പറയുന്നത്, ഫസ്റ്റ് ഇയറിലെ മാർക്കും കൂടി കൂട്ടിയിട്ടാണ് 200ലാണ്. അപ്പോൾ 200ൻ്റെ 30% മാർക്കാണ് ഒരു കുട്ടി ജയിക്കാൻ വേണ്ടത്, D+ കിട്ടാൻ വേണ്ടത്. അപ്പോൾ 200ൻ്റെ 30% എത്രയാണ്? 60. അപ്പോൾ 200ൻ്റെ 60 മാർക്ക് കിട്ടിയൊരു കുട്ടി പാസ്സാവും. A+ കിട്ടാനായിട്ട് ഒരു കുട്ടിക്ക് എത്ര മാർക്ക് വേണം 200ൽ? 180 മാർക്ക്. 180 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് A+ ആണെന്ന് പറയാം. അപ്പോൾ അനാമികയ്ക്ക് A+ കിട്ടട്ടെ, അതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും A+ കിട്ടട്ടെ. A+ അല്ല കേട്ടോ, ഫുൾ മാർക്ക് തന്നെ കിട്ടട്ടെ എന്നാണ് എൻ്റെ ആശംസ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതുക. അനാമിക നേരത്തെ ചോദിച്ച ചോദ്യത്തിനൊരു ഉത്തരം ഒന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ടെൻഷൻ ഇല്ലാണ്ടാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. ടെൻഷൻ ഇല്ലാണ്ടാക്കാൻ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. പരീക്ഷയുടെ തലേദിവസം പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ഒരു അന്തം ഉണ്ടാവില്ല, ഒരു കുന്തം ഉണ്ടാവില്ല. അപ്പോൾ അത് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ഈസി ആവും എക്സാമിനേഷൻ. അധികം ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് ഒന്നുമില്ല, വളരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് A+ അല്ല മുഴുവൻ മാർക്കും നേടാൻ കഴിയും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. ഞങ്ങൾക്ക് എക്സാം എഴുതേണ്ടതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊക്കെ മനസ്സിലായി. അപ്പം ഇനി ഞങ്ങൾ എക്സാം എഴുതി നല്ല മാർക്ക് മേടിക്കും. ഓക്കെ, നന്ദി.